وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين وأفضل الصلاة وأزكى السلام على سيدنا محمد أشرف المرسلين وخير الخلق أجمعين وعلى آله وصحبه الفائزين. أما بعد. അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSFും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അല്ലാമ ഖാദി അയ്യാൽ തങ്ങൾ അവരുടെ കിതാബ് ഷിഫ ബി തഅരീഫ് ഹുഖൂഖി സയ്യിദുന അൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലേക്ക്, അതിൻ്റെ 20ാമത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 20ാം എപ്പിസോഡിൽ നമ്മുടെ ചർച്ച ഖാദി അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫയിലെ ഫസ്ലുൻ ഫി കലാമി ഷജറതി വ ഷഹാദതിഹാ ലഹു ബിൻ നുബുവ്വ വ ഇജാബതിഹാ ദഅവതഹു എന്ന് പറഞ്ഞ ശീർഷകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്താണ്. ആയാതുഹു വൽ മുഅ്ജിസാത്തു കസീറത്തു ഷഹിദത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി എന്ന വരിയിൽ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയാത്തുകളും മുഅ്ജിസാത്തുകളും അമാനുഷിക സംഭവങ്ങളും ഒട്ടനേകമാണ്. അത് ഓരോന്നിങ്ങനെ വിവരിച്ചു വരികയാണ്. ഈ അധ്യായത്തിൽ ശീർഷകത്തിൽ അല്ലെങ്കിൽ ഉപശീർഷകത്തിൽ വൃക്ഷങ്ങൾ സംസാരിച്ച അത്ഭുത സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇതൊക്കെ അതിശയോക്തി തോന്നും, ഇതൊക്കെ അത്ഭുതം തോന്നും. ഇതൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ആ അതിശയം നമുക്ക് അവസാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസം തോന്നണമെങ്കിൽ ഖുർആനിലേക്ക് മടങ്ങിയാൽ മതി, ഖുർആൻ പരിശോധിച്ചാൽ മതി. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തായിട്ട് അല്ലാഹു തആല പറഞ്ഞതാണ് നാഖത്ത്, ഒരൊട്ടകം. ഒരു പാറയിൽ നിന്ന് ഒട്ടകം വരുന്നു, ഒട്ടകം പ്രസവിക്കുന്നു, ഇതൊക്കെ സംഭവങ്ങൾ. അതുപോലെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടി പാമ്പാകുന്നത്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിൽ ഒന്നടിക്കുമ്പോൾ അവിടെ വഴികൾ തെളിയുന്നത്, ഇങ്ങനെ ഒട്ടനേകം. ഉറുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് സംസാരിക്കുന്നത്, അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒരുപാട് സംഭവങ്ങൾ. യുബരിഉൽ അക്മഹ വയുഹയിൽ മൗത വൽ അബ്റസ വയുഹയിൽ മൗത ബിഇദ്നില്ല, ജന്മന അന്ധരായിരുന്ന ആളുകൾക്ക് കാഴ്ച ശക്തി കൊടുക്കുന്നത്, ജന്മന പാണ്ഡുരോഗികൾ വെള്ളപ്പാണ്ട് രോഗികളായിരുന്നവർക്ക് ശിഫ കൊടുക്കുന്നത്, അതുപോലെ മരിച്ചുപോയ ആളുകൾക്ക് യുഹയിൽ മൗത, മരണപ്പെട്ട ആളെ മൃത ശരീരത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, ജീവിപ്പിക്കുന്നത്, മരിച്ച ആളെ പുനർജീവിപ്പിക്കുന്നത് എന്നർത്ഥം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ഒരു 4 പക്ഷികളെ അറുത്തിട്ട് അതിൻ്റെ ഭാഗങ്ങൾ, പല ഭാഗങ്ങളെല്ലാം കൂടെ മിക്സാക്കിയിട്ട് പല ഭാഗങ്ങൾ പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ താഴ്വരയുടെ 4 ഭാഗത്ത് വെക്കാൻ പറഞ്ഞ് അതെല്ലാം കൂടെ പക്ഷികളായിട്ട് പിന്നെ പറന്നടിച്ച് ചിറകടിച്ച് പറന്നു പോയത്, ഇതൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് അനേകം മുഅ്ജിസാത്ത് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനെ നമ്മൾ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ഉണ്ടായിട്ടും. അപ്പോൾ നമ്മുടെ യുക്തി, നമ്മുടെ റീസൺ, നമ്മുടെ റേഷൻ ഇതൊന്നുമല്ല കാര്യം. അല്ലാഹു തആല അവൻ്റെ കലാമിൽ ഖുർആനിൽ പറഞ്ഞതാണ് മുഅ്ജിസാത്തുകൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇതുപോലെയുള്ള മുഅ്ജിസാത്തുകൾ സ്വഹീഹായ മുതവാത്തിറായ മഷ്ഹൂറായ ഒരുപാട് സംഭവങ്ങളിലൂടെ റിവായത്ത് ചെയ്യപ്പെട്ടതാണ്. ഖാദി അയ്യാൽ തങ്ങൾ കൂർവയായി എണ്ണി പറയുന്നത്. അതിൽ ഈ ശീർഷകത്തിൽ പറയുന്നത് ഫീ കലാമി ഷജറ, മരം സംസാരിച്ചത്, വർത്തമാനം പറഞ്ഞത്, വ ഷഹാദതിഹാ ലഹു ബിൻ നുബുവ്വ, നബിതങ്ങളുടെ നുബുവത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സത്യസാക്ഷ്യമൊഴിയായി ഒരു മരം, വൃക്ഷം സംസാരിച്ച്, വൈജാബത്തിഹാ ദഅവത, നബിതങ്ങൾ വിളിച്ചപ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകിയത്. ഇതൊക്കെ അനേക സംഭവങ്ങളുണ്ട്. സാമ്പിളുകളായി കുറച്ച് സംഭവങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, കാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കാല കുന്നാ മഅ റസൂലില്ലാഹി, ഞങ്ങൾ നബിതങ്ങളുടെ കൂടെയായിരുന്നു, ഫി സഫറിൻ, ഒരു യാത്രയിൽ. അപ്പോൾ ഫദനാ മിന്നു ആറാബിയുൻ, ആറാബി അടുത്തു വന്നു. ആറാബി എന്ന് പറഞ്ഞാൽ അവർ നഗരങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഗ്രാമപ്രദേശങ്ങളിലോ മലമ്പ്രദേശങ്ങളിലോ ഒക്കെ താമസിക്കുന്നവരാണല്ലോ ആറാബികൾ. ഫഖാല യാ ആറാബിയ്യു, നബി തങ്ങൾ ചോദിച്ചു, അയിന തുരീദു, എവിടുക്കാ പോകുന്നത്? കാല ഇലാഹിലി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. കാല ഹൽ അദുല്ലുക അലാ ഇലാ ഖൈർ, ഞാനൊരു ഖൈറായ കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. കാല വമാഹു, എന്താണ് ഖൈറായ കാര്യം? അപ്പോൾ നബി തങ്ങൾ ദഅവത്ത് ചെയ്യാണ്. കാല വമാഹുവ, കാല തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, പ്രിയ സഹോദരാ, നീ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി, അല്ലാഹു അല്ലാതെ ആരാധ്യനായി ആരുമില്ല, അല്ലാഹുവേ ഇലാഹുള്ളൂ സാക്ഷ്യം വഹിക്കുക. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ അബ്ദാണ്, റസൂലാണ്, ദൂതനാണ്, അടിമയുമാണെന്ന് സാക്ഷ്യം വഹിക്കുക. ഖാല മൻ യശ്ഹദു ലക അലാ മാ തഖൂലു, അപ്പോൾ അറാബി ഒറ്റടിക്ക് ചോദിക്കുക, അതിനെന്താ തെളിവ്? മൻ യശ്ഹദു ലക, ആരാ സാക്ഷ്യം വഹിക്കുക, അലാ മാ തഖൂലു, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് ആരാ സാക്ഷി? ഖാല, നബിതങ്ങൾ പറയുന്നു, ഹാദിഹി ഷജറത്തു അസ്സമുറ, ഈ മരം, സമുറത്ത് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലുണ്ടാകുന്ന
വലിയ മരമാണ്. ഇലെന്ത മരം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ഒരു മരം, മരുഭൂമിയിലെ മരം. ആ മരത്തെ നോക്കി നബി തങ്ങൾ പറഞ്ഞു, ഈ മരം സാക്ഷ്യം വഹിക്കും വഹിയബി ഷാത്തുയിൽ വാദി, അതാ താഴ്വരയുടെ ഒരു ഓരത്തിങ്ങനെ നിൽക്കുകയാണ് മരം. അത് റസൂലുള്ള പറഞ്ഞ പാട് ഫാഖബലത്ത് ഹുദ്ദുൽ അർള, അത് ഭൂമിയിൽ ഇങ്ങനെ കീറി മുറിച്ചു കൊണ്ടുകൊണ്ട് വന്നു. ഭൂമിയിൽ ഇങ്ങനെ കീറി മുറിച്ചു കൊണ്ടായി തഷക്കുൽ അർള, ആ വൃക്ഷം ഇങ്ങോട്ട് അടുത്തു വന്നു. ഹത്താ ഖാമത്ത് ബൈന യദൈഹി, അവരുടെ മുമ്പിൽ തിരുമുമ്പിൽ വന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു നിന്നു. ഫസ്തശഹദഹ, നബിതങ്ങൾ പറഞ്ഞു സലാസ, 3 വട്ടം സാക്ഷ്യം വഹിക്കൂ എന്ന് പറഞ്ഞു. അള്ളാഹു ഏകനാണെന്നും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും എന്ന കാര്യത്തിന് മരമേ വൃക്ഷമേ സാക്ഷി നിൽക്കൂ എന്ന് പറഞ്ഞു, സാക്ഷി പറയൂ. ഫഷഹിദത് അന്നഹു കമാകാൽ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ വൃക്ഷം സത്യം സാക്ഷ്യം വഹിക്കും. ഖാല തുമ്മ റജഅതു ഇലാ മക്കാനിഹ, തുമ്മ റജഅത് ഇലാ മക്കാനിഹ, അത് കഴിഞ്ഞിട്ട് ആ മരം അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ, ആ മരം അങ്ങനെ തന്നെ പോയിട്ട് അതിൻ്റെ തലസ്ഥാനത്ത് പോയി നിന്നു. അപ്പോൾ ഈ അറാബി വിശ്വസിച്ചു എന്ന് പറഞ്ഞ റിവായത്തുകളിൽ വാൻ ബുറൈദ റളിയല്ലാഹു അൻഹു സഅല അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളോട് ഒരു അറാബി ആയത്തെ ദൃഷ്ടാന്തം ചോദിച്ചു. ഫഖാലഹു, നബിതങ്ങൾ പറഞ്ഞു ഖുൽ തിൽക ഷജറ, ദൃഷ്ടാന്തം വേണമെന്ന് പറഞ്ഞു അറാബി. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ആ മരത്തോട് പറഞ്ഞു ഖുൽ തിൽക ഷജറ റസൂലുള്ളാഹി യദഉകി, നബിതങ്ങൾ പറഞ്ഞു നീ ആ മരത്തോട് പറയൂ, അറാബിയോട് പറയാ റസൂലുള്ളാഹി, നീ ആ മരത്തിൻ്റെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആ മരത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയും റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് മരത്തോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കാല فقالت الشجرة عن يمينها وشمالها وبين يديها وخلفها فتقطعت عروقها ثم جاءت تخد الأرض تجر عروقها. അതിൻ്റെ വേരുകൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ആഴ്ന്നു പോയ വേരുകളാണല്ലോ, ആ വേരുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഭൂമിയിൽ ഇങ്ങനെ കീറി ഒരു വഴി ഉണ്ടാക്കിയിട്ട് ആ മരം ഇങ്ങോട്ട് എടുത്തു വന്നു. മുഖ്ബറ ഹത്താ വഖഫത് ബൈന യദൈ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് മുന്നാകെ തിരുസന്നിധിയിൽ ആ മരം വന്ന് നിന്നു. ഫഖാലത്ത് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങേക്കു സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മരം സലാം പറയാം. കാരണം അറാബിയു, അപ്പോൾ അറാബി ഇപ്പോൾ പറയാം മുറഹാഫൽ തെറജ്, അറാബി പറയാം. എന്നിട്ട് തങ്ങളോട് പറഞ്ഞു നിങ്ങൾ പറയൂ ആ മരം പോട്ടെ, ഇനി തിരിച്ചു പോട്ടെ. ഇലാ മംബിതിഹ, അത് കൃത്യമായി ശരിക്കും ബോധ്യപ്പെടാൻ വേണ്ടി പറയാണ്. അത് എവിടെയാണോ അത് ജനിച്ചു വളർന്നത്, അത് മുളച്ചത് ആ ഭാഗത്തേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന പൂർവ്വസ്ഥാനത്തേക്ക് മടങ്ങട്ടെ. ഫറജഅത് ഫദല്ലത് ഉറൂഖുഹാ വസ്തവത് ഫഖാല അറാബിയു ഇദൻ ലി യസ്ജുദ്, അത് കണ്ടപ്പോൾ അറാബി ആകെ സ്തബ്ധനായി. അത്ഭുത സംഭവങ്ങൾ, ഇരട്ട സംഭവങ്ങൾ കാണാം. മരം ഇങ്ങോട്ട് വരുന്നു, വർത്തമാനങ്ങൾ പറയുന്നു, മരം തിരികെ പോകുന്നു, അങ്ങനെ അത് അവിടെ തന്നെ പോയി തലസ്ഥാനത്ത് ശരിക്കും നിൽക്കുന്നു. ഫഖാല അറാബി, അപ്പോൾ അറാബി കണ്ട് സ്തബ്ധനായി അത്ഭുതപരതന്ത്രനായ അറാബി ചോദിച്ചു ഏതല്ലി അന്നസ്ജുദലക്കാൻ, നബിതങ്ങളെ എനിക്കങ്ങ് സമ്മതം തരൂ, അങ്ങക്ക് ഞാനൊന്ന് സുജൂദ് ചെയ്യട്ടെ, ഞാൻ അങ്ങക്ക് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യട്ടെ, സുജൂദ് ചെയ്യട്ടെ എന്ന് അങ്ങ് സമ്മതം തരൂ എന്ന് അറാബി പറഞ്ഞപ്പോൾ കാല ലൗ അമർത്തു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഇല്ല, സുജൂദില്ല. സുജൂദ് സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രം. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോട് കാണിക്കേണ്ട കടപ്പാടിനെ കുറിച്ച് പറയുന്നൊരു ഹദീസ് കൂടിയാണിത്. ഞാൻ ആരോടെങ്കിലും വേറെ ഒരാൾക്ക് സുജൂദ് ചെയ്യണമെന്ന് സമ്മതിക്കുമായിരുന്നുവെങ്കിൽ അമർത്തുൽ മർഅത, പെണ്ണിനോട് ഞാൻ പറയുമായിരുന്നു, ഭാര്യയോട് തസ്ജുദ് ലി സൗജിഹ, തൻ്റെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് പറയുമായിരുന്നു. കാല ഫഇദൻ ലി അൻ ഉഖബ്, അപ്പോൾ അറാബിക്ക് മനസ്സിലായി സുജൂദ് പറ്റൂല, നബിതങ്ങൾക്ക് സുജൂദ് വേണ്ട, പറ്റില്ല. അപ്പോൾ അറാബി പറയാം ഫഇദൻ ലി, എങ്കിൽ നബി അങ്ങനെക്ക് സമ്മതം നൽകുവാൻ, ഉഖബ്ബില യദൈക, അങ്ങയുടെ തിരുകരങ്ങളൊന്ന് ഗ്രഹിക്കട്ടെയോ ചുംബിക്കട്ടെയോ, അങ്ങയുടെ 2 കൈകൾ ഞാനൊന്ന് ചുംബിക്കട്ടെയോ എന്ന് ചോദിച്ചു. വരിജിലൈക, അങ്ങയുടെ 2 കാലുകളും ഞാനൊന്ന് ചുംബിക്കട്ടെയോ. ഫഅദിന ലഹു, അപ്പോൾ നബി തങ്ങൾ സമ്മതം കൊടുത്തു. അപ്പോൾ സുജൂദ് ചെയ്യാൻ ആദ്യം സമ്മതം ചോദിച്ചത്, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഇല്ല, സുജൂദില്ല, മനുഷ്യന് സുജൂദില്ല, സുജൂദ് അള്ളാഹുവിന് വേണ്ടി മാത്രം. അപ്പോൾ അറാബി പറഞ്ഞു എന്നാ വേണ്ട, സുജൂദ് വേണ്ടെങ്കിൽ വേണ്ട, അങ്ങയുടെ കൈയും അങ്ങയുടെ കാലും ഞാനൊന്ന് ചുംബിക്കട്ടെയോ. അപ്പോൾ അത് സമ്മതിച്ചു. ആ സഹാബി, ആ സഹോദരൻ അത് ചെയ്തു എന്ന്. വഫി സഹീഹി ഫി ഹദീസ് ജാബിർ ബിൻ അബ്ദുല്ലാഹി ത്വീൽ, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ദീർഘമായൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവിടുത്തെ പ്രകൃതി ജന്യമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനത്തിന് പോയി. അപ്പോൾ അവിടെ മറഞ്ഞിരിക്കാൻ പറ്റിയ, മറക്കിരിക്കുക എന്നുള്ള പറയാം, മറഞ്ഞിരിക്കാൻ പറ്റിയ, മറയാക്കി ഉപയോഗിക്കാൻ പറ്റിയ മരങ്ങളൊന്നുമില്ല, മരുഭൂമിയാണല്ലോ, ഒന്നുമില്ല. അപ്പോൾ ദൂരെ 2 മരങ്ങൾ ഇങ്ങനെ വെവ്വേറെ വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സഹാബി വരികയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാ ഫൈദം ബി ഷജറത്തൈനി ബി ഷാത്തിയിൽ വാദി, ആ താഴ്വരയുടെ ഓരത്ത് 2 മരങ്ങളുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ഒരു ഭാഗത്തേക്ക്, അതിൻ്റെ ഒന്നിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അതിൻ്റെ ഒരു കൊമ്പ് എന്നിട്ട് താഴ്ത്തി. ഫഖാല, എന്നിട്ട് കൊമ്പിനോട് റസൂലുള്ളാഹി സംസാരിച്ചു, എങ്കാതി, ഇങ്ങ് താഴ്ന്നു വാ എന്ന് പറഞ്ഞു. ബീദിനില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ റബ്ബിൻ്റെ സമ്മതത്താൽ എൻ്റെ മേൽ താഴ്ന്നു വാ എന്ന് പറഞ്ഞു.
കൊമ്പിങ്ങനെ മുകളിൽ കിടക്കുകയാണ്, അതിങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് താഴാൻ വേണ്ടി പറഞ്ഞു. ഫങ്കാത മാഹുകൽ ബൈരിൽ മഖ്ഷൂഷില്ലദി യുസാനിഉ ഖായിദഹു. ഒരു ഒട്ടകം അതിനെ നയിക്കുന്ന, അല്ലെങ്കിൽ ഒട്ടകം അതിൻ്റെ ഇടയന്, ഒട്ടകം ബുദ്ധിയുള്ള അല്ലെങ്കിൽ ജീവനുള്ള വസ്തുവാണല്ലോ, അല്ലെങ്കിൽ ജന്തുവാണല്ലോ, ഒരൊട്ടകം അതിൻ്റെ ഇടയന് വഴങ്ങിക്കൊടുക്കുന്നത് പോലെ ഈ മരത്തിൻ്റെ കൊമ്പ്, ഒട്ടകം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഒരു ജന്തുവാണല്ലോ, അതിൻ്റെ നെക്കൊക്കെ വളരെ നീണ്ടായതുകൊണ്ടാണ് അത് അത് താഴ്ത്തി അതിൻ്റെ ഇടയനോട് താഴ്ന്നു കൊടുക്കുന്നത് പോലെ. ഒരു ഉദാഹരണം പറയാം. എന്ത് ചെയ്തു? ഈ മരം അതിൻ്റെ വൃക്ഷം താഴ്ത്തി കൊടുത്തു. വദകറഅന്നഹു ഫഅല ബിൽഉഖറ, മറ്റേ കൊമ്പും അതുപോലെ ചെയ്തു. മിഥലദാലിക, അങ്ങനെ അത് രണ്ടും കൂടി ചേർന്ന് താഴ്ന്നു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു ഇൽതഇമ അലയ്യ, എൻ്റെ മേൽ രണ്ടും കൂടെ അങ്ങ് കൂടൂ എന്ന് പറഞ്ഞു നബി തങ്ങൾ ഈ കൊമ്പുകളോട് സംസാരിക്കുക. അപ്പോൾ ഈ രണ്ട് കൊമ്പ്, രണ്ട് ഉസ്നുകൾ കൂടി ഒന്നുകൂടെ അങ്ങ് ചേർന്ന് മേജായി, അല്ലെങ്കിൽ തമ്മിൽ ചേർന്ന് ഒന്നായി. ബീദിനില്ല ഫൽത്ത അമത്ത, ഒരു മറയായി എന്നർത്ഥം. നബി തങ്ങൾക്ക് അവിടുത്തെ കാര്യനിർവഹണത്തിന് മറയാകുന്നത് ആ മരുഭൂമിയിലെ 2 വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളിലെ 2 കൊമ്പുകൾ അത്ഭുതാവഹമായ രീതിയിൽ മോചിതത്താണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും എന്ന് മഹാനായ സഹാബി വര്യൻ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മരങ്ങളെ വിളിച്ചത്, കാര്യങ്ങൾക്ക് വേണ്ടി മരങ്ങളുടെ സഹായം തേടിയത്, മരങ്ങൾ അനുസരിച്ചതും ഒക്കെ കാണാൻ കഴിയും. വേറെ ഹദീസിൽ കാണാം, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ വളരെ അടുത്ത നബി തങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു സഹാബി, ചെറുപ്പക്കാരനായ സഹാബിയായിരുന്നല്ലോ ഉസാമത്ത് ബിൻ സയ്യിദ്. അവർ റിപ്പോർട്ട് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒരു യുദ്ധയാത്രയിൽ ഫിബാദി മഗാസിഹി എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു ഒഴിഞ്ഞൊരു സ്ഥലം കിട്ടണം, ലിഹാജത്ത് റസൂലില്ല, കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സ്ഥലം കിട്ടണമെന്ന് പറഞ്ഞു. ഫഖുൽതു ഇന്നൽ വാദിയ മാ ഫീഹി മൗദിഉൻ ബിന്നാസ്, ഒരു സ്ഥലങ്ങളൊന്നുമില്ലല്ലോ, ഒഴിഞ്ഞ സ്ഥലങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഫഖാല ഹൽ തറാ മിൻ നഖലിൻ വ ഹിജാറത്തിൻ ഫഖുൽതു വറാ നഖലാത്തിൻ മുതഖാരിബാത്തിൻ. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ കുറച്ച് ഈത്തപ്പന മരങ്ങൾ ഇങ്ങനെ അവിടുന്ന് കാണുന്നുണ്ട്. കാല ഇൻതലിഖ്, ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറയാം, നിങ്ങൾ പോകൂ, എന്നിട്ട് ആ മരങ്ങളോട് പറയൂ, കുല്ലഹുന്ന, വൃക്ഷങ്ങളോടങ്ങ് പറയൂ, ഇന്ന റസൂലുള്ളാഹി യഅ്മുറുകുന്ന അൻ തഅ്തിയന മഖ്റജ റസൂലില്ലാഹി വ കുല്ലിൽ ഹിജാറത്തി മിസ്ല ദാലിക, കല്ലുകളോടും മരങ്ങളോടും ഒക്കെ ഒന്ന് അനുകൂലമായി ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടി പറയാണ്. ഫന്തലത്തു ഫഖുൽതു ദാലിക ലഹുന്ന ഫവല്ലദി ബഅസഹു ബിൽ ഹഖ് ലഖൈത റഅയ്തു നഖലാതി യതഖാറബന ഹത്ത ജതമഅന വൽ ഹിജാറത യതഖാഅദന ഹത്താ സിർന റുകാമാ ഖൽഫഹുന്ന ഫലമ്മാ ഖദാ ഹജതഹു ഖാല ലി എന്ന് പറഞ്ഞാൽ, ആ മരങ്ങളൊക്കെ അടുത്ത് വന്നു, കല്ലുകളൊക്കെ അടുത്ത് വന്നു, അവിടെ എല്ലാം കൂടെ കൂടി വന്നു, ഒരു കല്ലിൻ്റെ കൂമ്പാരമായി വന്നു, നബി തങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സൗകര്യമുള്ള സ്ഥലമായി മാറി. ഫലമ്മാ ഖദാ ഹജത ഖാല ലി ഖുൽ ലഹുന്ന ആവശ്യം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഉസാമ റളിയല്ലാഹു അൻഹുവോട്, മരങ്ങളോട് നിങ്ങൾ പറഞ്ഞേക്കൂ, അതത് സ്ഥലങ്ങളിൽ പോയി നിൽക്കാൻ. ഫവല്ലദീ നഫ്സീ ബിയദിഹി ലറഅയ്തുഹുന്ന വൽ ഹിജാറത യഫ്തരിഖന ഹത്താ ഉദ്ന ഇലാ മവാദിഇഹിന്ന. അത് പറഞ്ഞപ്പോൾ ആ മരങ്ങളും അതുപോലെ കല്ലുകളുമൊക്കെ അവയുടെ തൽസ്ഥാനങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതും ഞാൻ കണ്ടു എന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാം. അങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ ഹദീസിൽ പറയാണ്. ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഫി ഗസാത്തി ഹുനൈൻ യുദ്ധത്തിൽ വാൻ യഅല ബിൻ മർവത വഹു ഇബ്നു സയ്യാബത വദകറ അയ്ദൻ അഷ്യ, ഒരുപാട് സംഭവങ്ങൾ നബിതങ്ങളിൽ ഇതുപോലെ കണ്ടത്, മരങ്ങൾ വന്നത്, അവർക്ക് വഴിയൊരുക്കി കൊടുത്തത്. അതുപോലെ ഒരു മരം വന്നുകൊണ്ടൊരിക്കൽ നബിയോട് സമ്മതം ചോദിക്കുന്നു, എന്നെ ഹസ്തൻ തുസല്ലിം അലയ്യ, ഞാനൊന്ന് സലാം പറയട്ടെയോ എന്ന് മരം ചോദിക്കുകയാണ്. സമ്മതം ചോദിച്ച് സലാം പറയാം. ഇങ്ങനെ സംഭവങ്ങൾ. അതുപോലെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളെ ദഅവത്ത് ചെയ്തല്ലോ. ആ ജിന്നുകളുടെ അവിടുത്തെ പാരായണം, ഖുർആൻ പാരായണം കേട്ട സംഭവം പറയുന്നുണ്ടല്ലോ. ലൈല തസ്തമഉ ലഹു, നബി തങ്ങളെ കേട്ടപ്പോൾ സൂറത്തുൽ ജിന്നിൻ്റെ തുടക്കത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ അവർ ഒരു മരത്തെ ചൂണ്ടിയിട്ട് ജിന്നുകൾ പറയുന്നുണ്ട്. ജിന്നുകൾ ചോദിച്ചു, ഖാലൂ മൻ യഷ്ഹദു ലക, അങ്ങക്ക് വേണ്ടി അനുകൂലമായി, അങ്ങക്ക് വേണ്ടി ആരാ സാക്ഷി പറയാം, അങ്ങ് അള്ളാഹിൻ്റെ നബിയാണ്, റസൂല എന്നുള്ളതിലേക്ക് സാക്ഷി എന്താ? നബിതങ്ങൾ പറഞ്ഞു, ഹാദിഹി ഷജറ, ഈ മരം സാക്ഷി പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. തഅലി യാ ഷജറ, ഓ മരമേ ഇങ്ങ് വാ എന്ന് പറഞ്ഞു നബിതങ്ങൾ ആ മരത്തെ വിളിച്ചു. ഫജാഅത്ത് തജുറു ഉറൂഖഹ, അതിൻ്റെ വേരുകൾ വലിച്ചുകൊണ്ട് വന്നു, ആ മരം ഇങ്ങോട്ട് വന്നു. ഇങ്ങനെയും ഹദീസിൽ അതാ പറഞ്ഞത്, വല്ലഷ്ജാറു ഖദ് വൽ വഹ്ശു വല്ലഷ്ജാറു ഖസ്സജദത് ലഹു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദ് ചെയ്തു. വഹ്ശ് എന്ന് പറഞ്ഞാൽ വന്യ ജന്തുക്കൾ, വന്യമൃഗങ്ങൾ. വൽ വഹ്ശു വൽ അഷ്ജാർ, മരങ്ങൾ സുജൂദ് ചെയ്തു, വന്ന് പറഞ്ഞു, അംഗീകരിച്ചു, അനുസരിച്ചു, സുജൂദ് ചെയ്ത വേറെ സംഭവങ്ങളും. ഇങ്ങനെ ഒട്ടനേകം ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടത് പറയാണ്. ഒരുപാട് റാവിമാർ, ഖാല ഖാദി അബുൽ ഫദ്ൽ ഫഹാദ് ബിൻ ഉമർ വബുറൈദ വജാബിർ വഇബ്നു മസ്ഊദ് വയഅല ബിൻ മുർറ വഉസാമത്ത് ബിൻ സയ്യിദ് വഅനസ് ബിൻ മാലിക് വഅലി ഇബ്നു അബി ത്വാലിബ് വഇബ്നു അബ്ബാസ് വഗൈറുഹും റളിയല്ലാഹു അൻഹും, അവരൊക്കെയും ഖദ് ഇത്തഫഖു അലാ ഹാദിഹിൽ ഖിസ്സ നഫ്സിഹാ ഔ മാനഹ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, ഇതേ കഥയോ ഈ ചരിത്രമോ ഇതുപോലെയുള്ള മറ്റു ചരിത്രമോ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരിൽ നിന്ന് താബിഈങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇബ്നു ഫൂറഖ് എന്ന് പറഞ്ഞ മഹാൻ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫ് യുദ്ധം നടക്കുന്ന ഒരു സമയത്ത്, അങ്ങനെ ഒരു യുദ്ധം ഉണ്ടല്ലോ, ത്വായിഫ് യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം, ഗസ്വത്തു ത്വായിഫ് കാനത്ത് ഫി സനത്തി സാമിനത്തി ബഅദൽ ഫത്ഹ്, മക്കം ഫത്തഹിൻ്റെ ശേഷം, ഹിജ്റ 8-ാം വർഷമാണ്, ബഅദ ഹുനൈൻ്റെ ഒക്കെ ശേഷം. അപ്പോൾ ആ ഒരു യാത്രയിൽ നബിതങ്ങൾ പോകുമ്പോൾ നബിതങ്ങൾ വല്ലാതെ ക്ഷീണിതരാണ്, അവർക്ക് ഉറക്കച്ചടവൊക്കെ ഉണ്ട്. അപ്പോൾ വഴിയിലൊരു മരം, ഫഅതറദതുഹു സിദ്റ, വലിയ ഒരു മരം വഴിയിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ആ മരം. ഫൻഫറജത് ലഹു നിസ്ഫൈൻ, ആ വലിയ മരം വടവൃക്ഷം അത് 2 ഭാഗമായി പിളർന്നിട്ട് അതിൻ്റെ ഇടയിൽ വഴിയൊരുക്കി കൊടുത്തു. ഹത്താ ജാസ ബൈനഹുമാ, വലിയ മരം നിൽക്കുക, റസൂലുള്ളാഹിൻ്റെ വഴി തടസ്സം എന്ന വണ്ണം നബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ ആ മരം എന്ത് ചെയ്തു? റസൂലുള്ള ക്ഷീണിതരുമാണ്, വഹുവ വസിൻ എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കച്ചടവും ക്ഷീണം ന്യാസമൊക്കെ ഉണ്ട് ദീർഘമായ യാത്രയിൽ. അപ്പോൾ നബിതങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മരത്തിൻ്റെ നടു പിളർന്നിട്ട് ആ മരത്തിൻ്റെ ഇടയിലൊരു പാസേജ്, ഹത്താ ജാസ ബൈനഹുമാ, ആ മരത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ 2 ഭാഗങ്ങളായി തിരിഞ്ഞിട്ട് ഇടയിലൂടെ റസൂലുള്ള അങ്ങ് ക്രോസ് ചെയ്തു പോയി, പാസ് ചെയ്തു പോയി. വബഖിയ തആല സാഖൈനില വക്തിന, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് പറയാണ് ഇന്നും 2 ഭാഗമായിട്ട് ആ മരം അങ്ങനെ തന്നെ കാണാം. വഹിയ ഹുനാക മഅറൂഫത്തുൻ മുഅദ്ദമ, ജനങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മരം. എന്തിനാണ് ആദരിക്കുന്നത്? ഒരു മുഅ്ജിസത്തിന് സാക്ഷിയായ, അല്ലെങ്കിൽ മുഅ്ജിസത്തിന് പാത്രമായ, അതിന് വഴിയൊരുങ്ങിയ ഒരു മരമാണല്ലോ. ആ രീതിയിൽ അത് റസൂലുള്ളാഹിനോടുള്ള താദീമാണ്, അല്ലാതെ ആ മരത്തെ ബഹുമാനിക്കാൻ വേറെ കാരണമൊന്നും ഉണ്ടായിട്ടില്ല. ഏതുപോലെ ഹജറുൽ അസ്വദിനെ ആദരിക്കുന്നത് എന്തുകൊണ്ടാണ്? കല്ല് എന്നുള്ള രീതിയിലല്ലല്ലോ ബഹുമാനം, അതിന് അല്ലാഹു തആല കൊടുത്ത സ്ഥാനമാനങ്ങൾ കൊണ്ടാണ്. അതുപോലെ ഈ മരത്തെയും ജനങ്ങൾ ആദരിക്കുമായിരുന്നു. മഅറൂഫത്തുൻ മുഅദ്ദമ, ഇതുപോലെയുള്ള ഒരുപാട് ഹദീസ്. വേറൊരു ഹദീസ് പറയാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖാല നബി, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് ചോദിച്ചു, വറാഹു ഹസീന, നബി തങ്ങൾ ഇങ്ങനെ എന്തോ കാരണത്താൽ സങ്കടപ്പെട്ട് ദുഃഖിതനായിരിക്കുമ്പോൾ ചോദിക്കുക, തുഹിബ്ബുൻ ഉരിയക ആയ, നബി തങ്ങളെ അങ്ങക്ക് ഞാൻ ദൃഷ്ടാന്തം കാണിച്ചു തരട്ടെയോ? കാലനാം ഫനദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഷജറത്തിൻ മിൻ വറാഇൽ വാദി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു താഴ്വരയുടെ അങ്ങേ തലക്കൽ, മിൻ വറാഇൽ വാദി, താഴ്വരയുടെ പിറകു ഭാഗത്തൊരു മരം ഇങ്ങനെ കണ്ടു. ഫഖാല, ജിബ്രീൽ പറഞ്ഞു, ഉദ്ഉതിൽക ഷജറത, നബി തങ്ങളെ ആ മരത്തെ അങ്ങ് വിളിക്കൂ. ഫജാഅത് തംഷി, നബി തങ്ങൾ വിളിക്കേണ്ട താമസം ആ മരം ഇങ്ങനെ നടന്നു വന്നു. ഹത്താ ഖാമത് ബൈന യദൈഹി, നബി തങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു. ഖാല മുർഹാ ഫൽതർജ, ജിബ്രീൽ പറയാൻ നബി തങ്ങളെ അങ്ങ് അതിനോട് പറയൂ തിരിച്ചു പോകാൻ. ഫൽതർജ ഫആദത് ഇലാ മകാനിഹാ, ആ മരം വന്ന് തിരിച്ചുപോയി. വാൻ അലി റളിയല്ലാഹു അൻഹു ഹാദാ വലം, അങ്ങനെ വേറെ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതുപോലെയുള്ള നിവേദനം. قال اللهم أرني آية لا أبالي من كذبني بعدها فدعا شجرة مثله وذكر حزنه. അങ്ങനെ ജനങ്ങൾ എന്തിനാണ് ഈ ദുഃഖം എന്ന് പറയുന്നത്? വലിതക്ദീബി ഖൗമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ദഅവത്ത് ചെയ്തപ്പോൾ അവരൊന്നും ദഅവത്ത് സ്വീകരിക്കാത്തതിലുള്ള ദുഃഖമാണ് എന്ന് വേറെ ചില റിവായത്തിൽ ആ ദുഃഖത്തിൻ്റെ കാരണം പറയാം. അപ്പോൾ ഈ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു, തലബഹു അൽ ആയ ലഹും. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും, ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. ഹസൻ റളിയല്ലാഹു അൻഹു നിവേദനം, അന്നഹു ശകാ സല്ലല്ലാഹു അലൈഹി വസല്ലം ശകാ ഇലാ റബ്ബിഹി മിൻ ഖൗമിഹി വഅന്നഹും യുഖവ്വിഫൂനഹു വസഅലഹു ആയതൻ യഅലമു ബിഹാ അന്നഹു അല്ലാ മഖാഫത അലൈഹി ഫൗഹിയ ഇലൈഹി അനതി വാദിയ കദാ ഫീഹി ഷജറത്തുൻ ഫദഉ ഗുസ്നം മിൻഹാ യഅതിക ഫഫഅല ഫജാ യഖുത്തുൽ അർള ഹത്തൻ സബ്ബത് ഹത്തൻ തസബ ബൈന യദൈ حبسه ما شاء الله ثم قال له ارجع كما جئت فرجع فقال يا رب علمت ولا مخافة عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പല അവസരങ്ങളിലും അവർക്കൊരു ഖൗഫോ ആശങ്കയോ ഭീതിയോ ഒക്കെ തോന്നുമ്പോൾ ഇതുപോലെയുള്ള മുഅ്ജിസത്തുകളിലൂടെ അവരുടെ മനസ്സിന് അല്ലാഹു ദൃഢീകരണം കൊടുക്കുക കൂടിയാണ്. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ കൂടാൻ, വിശ്വാസികൾക്ക് ഈമാൻ കൂടാൻ, സംശയാലുക്കൾക്ക് സംശയം പോയി ഈമാൻ ദൃഢീകരിക്കാൻ, നബിതങ്ങൾക്ക് ആവട്ടെ ഒരു ദൃഢത കിട്ടാനും, ഇങ്ങനെയൊക്കെ മുഅ്ജിസത്തിൻ്റെ പിന്നിലുള്ള മഖാസിദ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ, സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. അതുപോലെ വേറൊരു ചരിത്രം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്നഹു ഖാല അറാബി, നബി തങ്ങളുടെ അറാബിയോട് ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ ദഅവതു ഹാദൽ ഇദ്ഖ, ഇദ്ഖ എന്ന് പറഞ്ഞാൽ ഒരു പഴക്കൂല പോലെ, ഇദ്ഖ അത് തമ്ര, ഈ ഈത്തപ്പനൻ്റെ പിന്നെ ഇതിൻ്റെ ബണ്ടിൽ എന്നാണ് പറയുക, അതിൻ്റെ ബ്രഞ്ചിന്. അപ്പോൾ ഹാദൽ ഇദ്ഖ മിൻ ഹാദിഹിൻ നഖല, ഈ ഈത്തപ്പനയിൽ നിന്ന് ആ ഈത്തപ്പനക്കുല, അതിനെ ഞാൻ വിളിച്ചാൽ അത് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അറാബിയോട്. കാലനായം, അറാബി പറഞ്ഞു അതെ, അങ്ങനെ ഒരു ദൃഷ്ടാന്തം കണ്ടാൽ ഞാൻ വിശ്വസിക്കാം. ഫദഅഹു, അവർ നബിതങ്ങളെ ഈത്തപ്പഴ കുലയെ വിളിച്ചു. ഫജഅല യൻഫുസു ഹത്ത ആതാഹു, ആ കുല താഴേക്ക് വന്നു. ഫഖാല ഇർജി, കുല താഴേക്ക് വന്നു. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു തിരിച്ചു എല്ലാം വേണ്ടി പറഞ്ഞു. ഫാദ ഇലാ മക്കാനിഹി വഖറജഹു തിർമുദി, ഇമാം തിർമുദി തങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്ജിസാത്തുകളുടെ ചർച്ചകളിൽ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയാം.
അതുപോലെ മറ്റൊരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ മഷ്ഹൂറായ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്നൊരു സംഭവമാണ് ഫസ്ലുൻ ഫി ഖിസ്സത്തി ഹനീനിൽ ജിദ്, അഥവാ ഈത്തപ്പനയുടെ തടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ചു കാലം ഖുതുബ ഓതാൻ വേണ്ടി കയറി നിന്നിരുന്ന ഒരു ഈത്തപ്പനയുടെ വൃക്ഷത്തിൻ്റെ ഒരു തടിയുടെ ഒരു ഭാഗം, ഹനീൻ ജിദ്, ആ ജിദ് കരഞ്ഞ സംഭവം. അത് ഉണങ്ങിയതാണ്, മരമാണ്, പച്ച മരത്തിൻ്റെ സംഭവങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ. മരം ജീവനോടെ പച്ചയായി നിൽക്കുമ്പോൾ ഇതല്ല, ഒരു കഷ്ണം, ഒരു മരക്കഷ്ണം നബി തങ്ങൾ ഖുതുബ ഓതാൻ വേണ്ടി അതിന്മേൽ കയറി നിന്ന് ഖുതുബ ഓതാറുണ്ടായിരുന്നു. വേറൊരു മിമ്പർ കിട്ടിയപ്പോൾ തൽക്കാലം ഇതൊന്ന് മാറ്റി നിർത്തിയപ്പോൾ ആ ജിദ കരഞ്ഞത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ആ ഒരു ആഗ്രഹത്താൽ, അല്ലെങ്കിൽ എന്നെ വിട്ടല്ലോ എന്നുള്ള ആ ഒരു വിഷമത്താലൊക്കെ നബി തങ്ങളോടുള്ള ഷൗക്ക് കാരണം, ഇഷ്ടം കാരണം അത് കരഞ്ഞ സംഭവം ചരിത്ര കൃതികളിൽ സംഭവങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ മുഅ്ജിസത്തുകളാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ചരിത്രങ്ങളിൽ ഒരുപാട് കാണാൻ കഴിയും. തിർമുദി മഹാനായ ഇമാം തിർമുദി ഉദ്ധരിക്കുകയാണ് ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് സഹിഹായി ഖാല ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കാനൽ മസ്ജിദു മസ്ഖൂഫൻ അലാ ജുദൂഇ നഖ്ലിൻ. അതായത് അന്നത്തെ പള്ളി ഇതുപോലെയുള്ള മനോഹരമായ കെട്ടിടങ്ങളൊന്നും അല്ലല്ലോ പഴയ കാലത്തെ പള്ളി. അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയോല, ഈത്തപ്പനയുടെ മരം, ഇതൊക്കെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതിൻ്റെ നിർമ്മാണ സാമഗ്രികൾ. അങ്ങനെ ഫകാന നബിയു ഇദാ ഖതബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതാൻ വേണ്ടി നിന്നാൽ യഖൂമു ഇലാ ജിദ്ഇൻ മിൻഹാ, ഒരു മരത്തെ ഉപയോഗിക്കുമായിരുന്നു, ഈത്തപ്പനൻ്റെ ഒരു മരം, അതിൻ്റെ ഒരു കഷ്ണം. ഫലമ്മാ സുനിഅ ലഹു മിമ്പറു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിമ്പർ, നല്ല ഒരു മിമ്പർ പിന്നെ പണി കഴിപ്പിക്കപ്പെട്ടു. സമയനാലിത, അപ്പോൾ നബി തങ്ങൾ മിമ്പറിൽ ഖുതുബ ഓതൽ തുടങ്ങി. ഈ മരം, ഈ ഈത്തപ്പന മരത്തെ, അല്ലെങ്കിൽ നേരത്തെ ഖുതുബ ഓതിയിരുന്ന ഈ ഈത്തപ്പനയുടെ തടിക്കഷ്ണത്തെ റസൂലുള്ളാഹി ഉപയോഗിക്കാതെയായി എന്നർത്ഥം. അപ്പോൾ സമയനാലിദാലിക്കൽ ജിദ്ഇ, മരത്തടിക്ക് ഞങ്ങൾ കേട്ടു സൗതൻ കസൗത്തിൽ ഇഷാർ, അഥവാ മൃഗങ്ങൾ കരയുന്നത് പോലെ, ഒട്ടകം കരയുന്നത് പോലെ, ഈ നവാഖുൽ നൂഖുൽ ഹവാമിൽ എന്നർത്ഥം. ഈ അൽ-ഇഷാർ എന്ന് പറഞ്ഞാൽ ഗർഭിണിയായ ഒട്ടകം കരയുന്നത് പോലെ വല്ലാത്ത ഒരു ദീനരോദനം, അതാണ് ദീനരോദനം. ഈ വൃക്ഷത്തടിക്ക്, അല്ലെങ്കിൽ ഈ തടിക്കഷ്ണത്തിന് ഞങ്ങൾ ദീനരോദനം കേട്ടു. ഒഫി റിവായത്തി അനസിൻ ഹത്തർത്തജ്ജൽ മസ്ജിദു ബി ഖുവാരിഹി, അനസ് റളിയല്ലാഹു അൻഹു നിവേദനത്തിൽ പറയാണ്, പള്ളി പ്രകമ്പനം കൊണ്ടു, ഇതിൻ്റെ കരച്ചിൽ കാരണം പള്ളി കുലുങ്ങാൻ തുടങ്ങി. ഹത്തർത്തജ്ജൽ മസ്ജിദു, പള്ളി പ്രകമ്പനം കൊണ്ടു, മസ്ജിദ് നബവി ബി ഖുവാരിഹി, അതിൻ്റെ കരച്ചിൽ കാരണം. വകഥുറ ബുകാഉൻ നാസ് ലിമാ റഔ ബി, അത് കണ്ടപ്പോൾ ജനങ്ങളും കരഞ്ഞു തുടങ്ങി, ജനങ്ങൾക്കും സങ്കടമായി, കൂട്ടക്കരച്ചിലായി. അപ്പോൾ ഈ ഒരു ജിദഅ പോലും, ബുദ്ധിയില്ലാത്ത, ജീവനില്ലാത്ത ഈ മരക്കഷ്ണം പോലും അത് മുഅ്ജിസത്താണ്. വഫീ റിവായത്തിൽ മുത്തലി അബി ഉബയ്യിൻ ഹത്താ തസദ്ദഅ വൻഷഖ ഹത്താ ജാഅ നബിയു, വേറെ ചില റിവായത്തിൽ അതിൽ കരച്ചിലും സങ്കടവും എല്ലാം കൂടി ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നു, അതിനടുക്കലേക്ക് വന്നു. ഫവളഅ യദഹു അലൈഹി, നബി തങ്ങൾ ഈ ഈത്തപ്പനയുടെ തടിക്ക് മേലവിടുത്തെ തിരുകരങ്ങളൊന്നും ഇങ്ങനെ സ്പർശിച്ചു, തലോടി. ഫസകത, അപ്പോൾ അത് കരച്ചിൽ നിർത്തി മിണ്ടാതെയായി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ പറയാം, ഇന്ന ഹാദാ ബക ലിമാ ഫുഖിദ മിന ദിക്രി, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിസ് ചെയ്തപ്പോൾ കരഞ്ഞു പോയതാണ് എന്ന്. വല്ലദീ നഫ്സി ബിയദിഹി ലൗ ലം അൽതസിംഹു ലം യസൽ ഹകദാ ഇലാ യൗമിൽ ഖിയാമ. പുണ്യനബി അവർ പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാനിതിനെ പിടിച്ച്, ഇൽത്തസമ എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിപ്പിടിക്കുക എന്നൊക്കെ അർത്ഥം. ഇൽത്തസമ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മരത്തെ നബി തങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചു, അതിനെ ഒന്ന് സമാശ്വസിപ്പിച്ചു, ഹഗ് ചെയ്തു. ഇൽത്തിസാം എന്ന് പറഞ്ഞാൽ ഹഗ്ഗിങ്. അവിടെ നിന്ന് പറഞ്ഞു, ഞാനതിനെ ഹഗ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അമ്മേസൽ ഹാക്കഥ, അതിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും യൗമുൽ ഖിയാമ, അന്ത്യനാൾ വരെ കരച്ചിലാകും. ഹസ്സുൻ അല്ലാ റസൂലില്ല ഫഉമിറ ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ഫദുഫിന, ആ ഈത്തപ്പന മരത്തെ ദഫൻ ചെയ്യുക ചെയ്തത്. തഹ്തൽ മിമ്പർ, ആ മിമ്പറിൻ്റെ ചുവട്ടിൽ അവിടെ കുറച്ച് കുഴി വെട്ടി. അപ്പോൾ ഇത് മാർബിളും ഇത് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അക്കാലത്തെ പള്ളി മണ്ണ് തന്നെയാണല്ലോ, മണ്ണും മണലും ഒക്കെ തന്നെയാണല്ലോ. അവിടെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ആ മിമ്പറിന് അവിടെ തന്നെ മറമാടി. കദാഫി ഹദീസിൽ മുത്തലിബ് വസഹൽ ബിൻ സഅദ് വഇസ്ഹാഖ് ബിൻ അനസ് വഫീ ബഅദ് റിവായാത്തി അൻ സഹലിൻ ഫദുഫിന തഹത മിമ്പരിഹി, നബി തങ്ങളുടെ മിമ്പറിൻ്റെ ചുവട്ടിൽ തന്നെ മറമാടി. ഔ ജുഇലത് ഫി സഖ്ഫി, അങ്ങനെ പല റിവായത്തുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളുടെ ഭാഗം തന്നെയാണിത്. ഫലമ്മാ ഹുദിമൽ മസ്ജിദു, ഉബയ്യ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ ഇതിൻ്റെ ബാക്കി പറയാം. ഫകാന ഇദാ സല്ലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി ഫലമ്മാ ഹുദിമൽ മസ്ജിദു, പള്ളി പിന്നീട് പൊളിക്കപ്പെട്ടപ്പോൾ അഹദഹു ഉബയ്യുൻ ഫകാന ഇൻദഹു ഇലാ നഖലത്തുൽ അർളു വആദ റുഫാതാ, പിന്നീട് പള്ളി നിർമ്മാണാവശ്യാർത്ഥം ഈ കെട്ടിടമൊക്കെ പൊളിച്ചപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു അത് എടുത്തു. ഫകാന ഇൻദഹു ഇലാ നഖലത്തുൽ അർളു, അത് പിന്നീട് ചതൽ നിന്ന് പോകുന്നത് വരെ അവിടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ റിവായത്തിലുള്ളത്. ഇങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല ഹദീസുകളും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിനുള്ള ഇഷ്ടം, അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് അതിനുള്ള ഹനീൻ, അതിനുള്ള താല്പര്യം, അതാണ് ഈ കാണുന്നത്.
വേറെ ചില റിവായത്തിൽ കാണാം, അതിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പറയുന്നുണ്ട്, വിഷമിക്കണ്ട, ഇൻ ഷെയ്ത്തി ഉദ്ദേശിക്കുകയാണെങ്കിൽ അറുദ്ദു കൈൽ ഹായിത്തില്ലതി കുന്തഫിഹി തമ്പുത്തുലക ഓരോ, ഞാൻ 2 ചോയ്സ് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ മരമേ, നിന്നെ ഞാൻ നീ നേരത്തെ ഉണ്ടായിരുന്ന തോട്ടത്തിലേക്ക് നിന്നെ ഞാൻ മടക്കാം, അവിടെ നിനക്ക് വളരാം, വീണ്ടും അവിടെ വേരുകളൊക്കെ ഓടി അവിടെ വീണ്ടും വൃക്ഷമായിട്ട് വന്ന് അവിടെ വീണ്ടും പുതിയ ഈത്തപ്പന മടലുകളും അതിൻ്റെ മട്ടലും അല്ലെങ്കിൽ അതിൽ പഴങ്ങളും തമ്രത്തും പുതിയ പഴങ്ങളും ഒക്കെ വന്ന് പഴയ ഒരു അവസ്ഥയിലേക്ക് റീസ്റ്റോർ ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചോയ്സ് കൊടുത്തു. അങ്ങനെ നിനക്ക് തോട്ടത്തിലേക്ക് പോകണോ, വീണ്ടും ഒരു പച്ച മരമാണോ, കായ്ക്കണോ, പൂക്കണോ, ഈത്തപ്പന മരങ്ങൾ ഈത്തപ്പഴങ്ങളൊക്കെ വഹിച്ച് നിൽക്കണോ, ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ വൈൻ ഷെയ്ത്ത, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ തരാം, അഗ്രിസ്കഫിൽ ജന്ന, നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കൊണ്ട് നടാം. അങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സ്വർഗവാസികൾ നടത്താം, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ നിൻ്റെ പഴങ്ങളിൽ നിന്ന് കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബേ, എനിക്കിനി തോട്ടത്തിലേക്ക് പോകണ്ട, വീണ്ടും ഒരു ഈത്തപ്പനയായി എനിക്കിനി പുനർജന്മം വേണ്ട എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഈത്തപ്പനയായിട്ട് എനിക്കിനി വീണ്ടും ഒരു കായ്ച്ചും പൂത്തും അങ്ങനെയുള്ള ഒരു അവസ്ഥ എനിക്ക് വേണ്ട. ബൽ തഗ്രിസ്നീഫിൽ ജന്ന, അങ്ങനെ സ്വർഗ്ഗത്തിൽ നട്ടോളൂ, ഉപയോഗിക്കുള്ളൂ. പിന്നെ ഔലിയാ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്ക് പഴം കഴിക്കാനുള്ള ഒരു മരമായി സ്വർഗ്ഗത്തിൽ ഞാൻ വളരാം. വക്കൂന ഫി മക്കാനിൽ ലാബല ഫീഹി, ഇനി ഒരിക്കലും ദ്രവിച്ചു പോകാത്ത ഉണങ്ങിപ്പോകാത്ത ഒരു സ്ഥലമായിരിക്കുമല്ല സ്വർഗ്ഗത്തിൽ, അത് മതി എന്ന് പറഞ്ഞു. ഫസമയഹുമ, ഈ പറഞ്ഞ സംസാരമൊക്കെ അടുത്തുള്ളവരൊക്കെ കേട്ടു. ഫഖാല നബി ഖദ് ഫഅൽതു, അപ്പോൾ നബി തങ്ങൾ അതിനോട് പറഞ്ഞു, ഓക്കെ ഡൺ എന്ന് പറഞ്ഞു. ഖദ് ഫഅൽതു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ മരത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ചോയ്സ് കൊടുത്തുള്ള ആ മരത്തിന് നിനക്ക് ചോയ്സ് തന്നല്ലോ, ആ ചോയ്സ് മരം എടുത്ത ചോയ്സ് അല്ലെങ്കിൽ ഈത്തപ്പനയുടെ ആ വൃക്ഷഭാഗം, ആ മരത്തടി കഷ്ണം എടുത്ത തീരുമാനം നബി തങ്ങൾ ഏറ്റെടുത്തു. തുമ്മഖാല ഇഖ്താറ ദാറൽ ബഖ, പിന്നെ നബി തങ്ങൾ അതിനെപ്പറ്റി പറയാം, ഇഖ്താറ ദാറൽ ബഖായി, അനശ്വരതയുടെ വീടത് തിരഞ്ഞെടുത്തു. അലാ ദാരിൽ ഫനാ, ഈ നാശത്തിൻ്റെ വീടായ ദുനിയാവിനേക്കാൾ ബുദ്ധിപൂർവ്വം ചെയ്തു എന്നർത്ഥം. അതായത് ദുനിയാവിലിപ്പോൾ തോട്ടത്തിലേക്ക് തന്നെ പോയാലും നാശമാണല്ലോ, പിന്നെ ദുനിയാവിൽ ബാക്കിയുള്ളത് ഏതായാലും ദാറുൽ ഫന ആണല്ലോ. ഈ ദാറുൽ ഫനായിൽ ഇത്രയും മതി, ദാറുൽ ബഖാഇനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ഫഖാൻ ഹസൻ ഇദ ഹദ്ദസ ബിഹാദാ ബഖാ, ഈ സംഭവം പറഞ്ഞാൽ ഹസൻ അവർകൾ കരയുമായിരുന്നു. വഖാല യാ ഇബാദല്ലാഹ്, അദ്ദേഹം പറയുമായിരുന്നു, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളെ, അൽ ഖശബത്തു, മരക്കഷ്ണം പോലും, തഹന്നു ഇലാ റസൂലില്ലാഹ്, മരക്കഷ്ണം പോലും നബിതങ്ങളിലേക്ക് ഇത്രയും ആഗ്രഹം, അഭിലാഷം, ഇത്രയും ഇഷ്ടം, റസൂലുള്ളാഹിയുടെ സ്നേഹം, ഹനീൻ ഷൗഖൻ ഇലൈഹി ലിമകാനതിഹി ഫഅൻതും അഹഖു അൻ തഷ്താഖു ഇലാ ലിഖായി, മനുഷ്യന്മാരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനോട് അവരുടെ ലിഖാഇനു വേണ്ടി അതിനേക്കാൾ കൂടുതൽ മരത്തടിക്ക് പോലും ഇത്രയും ഇഷ്കും ഇത്രയും ഹനീനും ഷൗക്കുമാണെങ്കിൽ അതിനപ്പുറം നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരുപാട് റാവിമാർ, ഒരുപാട് ഹദീസിൽ ഒരുപാട് റുവാത്തിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് പറയാം, ഇവരിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു വല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.